Dear students, Tech for Mathsന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ഗണിതശാസ്ത്രത്തിലെ 20ാമത്തെ ലാബാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് വീഡിയോ ആയിട്ടാണ് ഈ ലാബ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 20.1ഉം 20.2ഉം ഒരു വീഡിയോ, ആക്ടിവിറ്റി 20.3ഉം 20.4ഉം ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ആക്ടിവിറ്റി 20.1ലോട്ട് പോകാം. ആക്ടിവിറ്റി 20.1 എന്ന് പറയുന്നത് ട്രിഗണോമെട്രി ഫംഗ്ഷനെ എങ്ങനെ ഇൻവേർട്ടിബിൾ ആക്കാം. നമുക്കറിയാം ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഒന്നും ഇൻവേർട്ടിബിൾ അല്ല, പക്ഷേ അതിനെ ഡൊമൈനെയും റേഞ്ചിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമുക്കതിനെ ഇൻവേർട്ടിബിൾ ആക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 1 ആയാൽ മതി. അപ്പോൾ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ നമ്മളത് ഇൻവേർട്ടിബിൾ ആണ് തെളിയിക്കുന്നത്, അതിന് 1 1 1 2 ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആക്ടിവിറ്റി 20.1ലോട്ട് പോവുകയാണ്. അതിൻ്റെ ആക്ടിവിറ്റി നെയിം എന്ന് പറയുന്നത് മേക്കിംഗ് ഇൻവേർട്ടിബിൾ. എന്താ ഇൻവേർട്ടിബിൾ ആക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്സ് നോക്കുക. നമ്മൾ അതിൻ്റെ എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് π/2 ആക്കി മാറ്റുക. നമ്മൾ നേരത്തെ ഉള്ള ഫസ്റ്റുള്ള ലാബിലൊക്കെ നമ്മൾ ഇതുപോലെ ഡിസ്റ്റൻസ് π/2 ആക്കാൻ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടി ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിസ്റ്റൻസ് π/2 ഒക്കെ. എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് ഇപ്പോൾ 1 ആണ് കൊടുക്കുന്നത്. അത് π/2 ആക്കുന്നതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വിൻഡോ ഈ ഗ്രാഫിക്സ് വ്യൂവിൽ എവിടെയെങ്കിലും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗ്രാഫിക്സിൽ എക്സ് ആക്സിസ് ക്ലിക്ക് ചെയ്യുക, ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡിസ്റ്റൻസിൽ നിന്നും ഇവിടെ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും π/2 കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഡിസ്റ്റൻസ് π/2 വളരെ എളുപ്പമാണ്. ഇനി സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ഇത് ഇൻപുട്ട് ബോക്സ് ആണ്. ഇൻപുട്ട് ബോക്സിൽ സൈൻ എക്സ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സൈൻ എക്സിൻ്റെ ഗ്രാഫ് കിട്ടും. അപ്പോൾ നമുക്ക് അറിയാം ഈ ഫംഗ്ഷൻ 1 1 അല്ല എന്നറിയാം. അപ്പോൾ ഇത് 1 1 1 2 അല്ല. അപ്പോൾ നമ്മൾ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇത് 1 1 അല്ല എന്നൊന്ന് ചെക്ക് ചെയ്യുന്നതിന് ഞങ്ങളുടെ ഒരു പോയിന്റ് എടുക്കുന്നു y ആക്സിസിൽ. എന്നിട്ട് y ആക്സിന് എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ എടുക്കുന്നു ആ പോയിന്റിൽ കൂടി. എന്നിട്ട് നമ്മളിവിടെ ടൂൾ ആക്റ്റീവായി കിടക്കുക. നമ്മളെ മൂവിങ് ടൂൾ എടുത്തിട്ട് ഈ ലൈൻ ഒന്ന് മൂവ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ഈ ലൈൻ ഈ കർവിൽ ഒന്നിലധികം പോയിന്റിൽ മീറ്റ് ചെയ്യും. ഒരു ഗ്രാഫ് തന്നിട്ട് അത് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അത് ആ ഗ്രാഫിൽ ഒരു പോയിന്റിൽ മാത്രം ഇതിങ്ങനെ വരയ്ക്കുന്ന ലൈൻ ഒരു പോയിന്റിൽ മാത്രം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അത് 1 1 ആണെന്ന് പറയാം. ഇത് ഒന്നിലധികമായി കഴിഞ്ഞാൽ അത് 1 1 ആണോ? അല്ല. അപ്പോൾ ഇത് 1 1 അല്ല എന്ന് പറയാം. ഇതിന് കാരണം നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വാല്യൂ ഇവിടെ കാണും. ഇതിൻ്റെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് എക്സ് വാല്യൂ കാണും. അപ്പം ഈ രണ്ട് എക്സ് വാല്യൂസിനും ഒരേ വൈ വാല്യൂ വരും, ഒരേ ഇമേജ് വരും. ഇവിടെ തന്നെ ഒരേ ഇമേജസ് വരും. അപ്പോൾ അത് നമുക്ക് പറയാം അത് ഇൻവേർട്ടിബിൾ അല്ല 1 1 അല്ല എന്ന് പറയാം. 1 1 അല്ലെങ്കിൽ ഇൻവേർട്ടിബിളും അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. 1 1 1 2 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേർട്ടിബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോവുകയാണ്, ഇതിനെ ഇൻവേർട്ടിബിൾ ആക്കാൻ വേണ്ടി. അപ്പോൾ അതിനു വേണ്ടി ഇത് ചുമ്മാ ഒന്ന് വരച്ചാണ് ഇത് ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. നമുക്ക് ഗ്രാഫിനെ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാം നമ്മൾ നോക്കിയാൽ മതി. നമ്മളൊരു ഇൻ്റർവൽ എടുക്കുന്നു -π/2 ഈ π/2 -π/2നും π/2 ഇടയിലുള്ള ഈ കർവ് ആണെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം ഇത് ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യത്തുള്ളൂ. ശരിയില്ലേ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത് എന്തെടുക്കാം, -π/2നും 3π/2നും ഇടയിലായിരുന്നു എങ്കിൽ ഇത് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ ഇത് ആ കർവിൽ ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യത്തുള്ളൂ. ശരിയില്ലയോ? ഇനി -3π/2 π/2ൻ്റെ ഇടയിലായാലും അതേ പ്രശ്നമാണ്, അതേ കാര്യമാണ് നമുക്കിവിടെ പറയാവുന്നത്, ഒരു പോയിന്റിൽ മാത്രമേ. അപ്പോൾ ഈ ഇൻ്റർവെൽ -π/2 π/2 അതുപോലെ π/2 3π/2 3π/2 5π/2 ഇതേപോലെ ഇൻ്റർവെൽസിൽ ഇത് എന്താണ് 1 1 1 2 ആണ്. അപ്പോൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഞാൻ ഇത് ഐഡിയ ചെയ്യുവാനും നമുക്ക് ആവശ്യമില്ലായിരുന്നു.
അപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്ത് നമുക്ക് ഈ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മളൊന്ന് എഡിറ്റ് ചെയ്താൽ മതി. എഡിറ്റ് ചെയ്ത് പലതരത്തിൽ പറ്റും. ഒന്നുകിൽ ഈ ഗ്രാഫിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഗ്രാഫിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഒരുപാട് ഇൻ്റർവെൽ ഉണ്ട്, അത് ഇൻവേർട്ടിബിൾ ആവുന്നത്. നമുക്ക് ഒരെണ്ണം മതി. അതിന് ഇവിടെ റൈറ്റ് ഒരു കോമ കൊടുത്തിട്ട് നമുക്ക് കൊടുക്കുക -pi/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi/2 എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എൻ്റർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓക്കെ കൊടുത്താൽ മതി. അതുകൊണ്ട് അത് മാത്രമേ വന്നുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുന്നത്, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ ഒരു കോമ കൊടുത്തിട്ട് നമുക്ക് കൊടുക്കുക -pi/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi/2 എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എൻ്റർ കൊടുത്താൽ മതി. അങ്ങനെ പലതരത്തിൽ നമുക്കിതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡൊമൈൻ എങ്ങനെ പറയാം? ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് -pi/2 pi/2 ആയിരിക്കും. റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ആണ്. അതിന് മാറ്റമില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരിടത്തിൽ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് pi/2 3pi/2 ആണ്. അവിടെയും അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ -pi/2 pi/2 ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇത് ഇൻവേർട്ടിബിളായി മാറി. ശരിയല്ലേ? അതുപോലെ അടുത്ത ഫംഗ്ഷൻ കൊടുക്കാം. അടുത്ത ഫംഗ്ഷൻ cos x ആണ്. അപ്പോൾ cos x കൊടുക്കുന്നതിന് ഒന്നെങ്കിൽ നമുക്കൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഇവിടെ കോസ് ആണ്. അപ്പോൾ നമ്മളിവിടെ cos x ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ എന്നിട്ട് അപ്പോൾ നമുക്കറിയാം ഇവിടെ ഏത് ഇൻ്റർവെല്ലിലാണ് ഇത് 1 1 1 2 ആണെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ മതി. 0 to pi, pi 2pi 2pi 3pi, അതുപോലെ -pi to 0 -2pi -pi എന്ന ഇൻ്റർവെൽ നമുക്ക് നോക്കി പറയാൻ പറ്റും. അപ്പോൾ ഈ cos x തന്നെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആ ഗ്രാഫ് അവിടെ വരികയാണ്. എന്നിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? cos x-ൻ്റെ ഗ്രാഫ് വരയ്ക്കാം. എന്നിട്ട് ഇതിനെ റെസ്ട്രിക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്താൽ മതി. എഡിറ്റ് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ കോമ ഇടുക. എന്നിട്ട് നമുക്ക് അവിടെ കൊടുക്കേണ്ട 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi എന്ന് കൊടുക്കുക. pi എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് മാത്രം വരും. ശരിയല്ലയോ? അപ്പോൾ ഇതിൻ്റെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെയായി മാറും? ഇത് എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to pi ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ നമുക്കത് നോക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ആ കമാൻഡ് പല രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്ന ഈഫ് കണ്ടീഷൻ കൊടുത്ത് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഈ ഈഫ് കണ്ടീഷൻ കൊടുത്ത് ചെയ്യുന്നത് ആദ്യം നമ്മൾ sin x അങ്ങ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കവിടെ f(x) = sin x എന്ന് പറയുന്ന ഗ്രാഫ് കിട്ടും. അവിടെ ഈഫ് കണ്ടീഷൻ കൊടുക്കുമ്പോൾ ആദ്യം കണ്ടീഷനാണ് കൊടുക്കുന്നത്, അതിനുശേഷം ഫംഗ്ഷൻ കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ എഫ് എന്നൊരു ഫംഗ്ഷൻ വന്നുകൊണ്ട് ഈ അവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ അവിടെ ആ ഫംഗ്ഷൻ അതേപോലെ വരും. അല്ലെങ്കിൽ നമുക്ക് എഫ് നമ്മളിപ്പോൾ പറഞ്ഞ sin x, -pi/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi/2 എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് വരും. അല്ലെങ്കിൽ ആ ഗ്രാഫിൽ എഡിറ്റ് ചെയ്താലും മതി. ശരിയല്ലയോ? അപ്പോൾ നമ്മളിത് ചോദിച്ചേക്കുന്നത് ബൈ സെലക്ടിങ് suitable domain and range make all the trigonometric function invertible, draw the corresponding graphs and complete the table. There are infinity many possible domains which it makes a trigonometric function bijective. You may select any one of them. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതുപോലെ പോസിബിൾ ഡൊമൈൻസ് ഉണ്ട്. അതായത് ഇൻഫിനിറ്റി നമ്പർ ഓഫ് പോസിബിൾ ഡൊമൈൻസ് നമുക്ക് എടുക്കാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം sin x എടുക്കുന്നു. അത് ഡൊമൈൻ എന്ന് പറയുന്നത് -pi/2 pi/2 ആണ്. അതുപോലെ റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ആണ്. അതുപോലെ cos x കാണിച്ചു. ഇനി ഞാൻ tan x ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുമ്പോൾ tan x എന്ന് ടൈപ്പ് ചെയ്യുക.
ടാൻ എക്സ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ഹൈഡ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് -π/2 π/2 എന്ന് പറയുന്ന ഇൻ്റർവെൽ, അതുപോലെ π/2 3π/2. പക്ഷേ -π/2 π/2 ഇതിൽ ഉൾപ്പെടത്തില്ല. അത് നമുക്കിത് നോക്കുമ്പോൾ അറിയാം, ഒരിക്കലും മീറ്റ് ചെയ്യാതെ പോകുന്ന -π/2 മീറ്റ് ചെയ്യാതെ പോകുന്ന ലൈനാണ് ഇതെന്ന് പറയാം, കർവാണ് ഇതെന്ന് പറയാം. അതുപോലെ ഇത് -3π/2 മീറ്റ് ചെയ്യുന്നില്ല, ഇതുപോലെ π/2 മീറ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ നമുക്കിത് പറയാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഗ്രാഫിൽ തന്നെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കോമ ഇട്ടിട്ട് ഇവിടെ -π/2 ലെസ് ദാൻ മാത്രം മതി, ഈക്വൽ ടു ഇട്ടാൽ നമുക്കത് തെറ്റാണ്. എൻ്റർ ക്ലിക്ക് ചെയ്യാം. ശരിയില്ലയോ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് 1 1 2 ആണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കണം, ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ് ഓപ്പൺ ഇൻ്റർവെൽ -π/2 π/2 ആണ്. റേഞ്ച് റിയൽ നമ്പർ തന്നെയാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ശരിയില്ലയോ? ഇനി അടുത്ത ഒരെണ്ണം നോക്കാം, കൊസീക് എക്സ് നോക്കാം. കൊസീക് എക്സ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോയാണ്. കൊസീക് എക്സ് ഞാൻ ടൈപ്പ് ചെയ്തു. ഇങ്ങനെയാണ് വന്നത്. ഇത് ഹൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കൊസീക് എക്സിൻ്റെ ഗ്രാഫ് കണ്ടാൽ നമുക്കറിയാം ഇത് ഇൻവേർട്ടബിൾ അല്ല എന്ന് പറയാം. കാരണം 1 1 അല്ല 1 2 അല്ല. പിന്നെ നമ്മൾ അതുകൂടാതെ നമ്മൾ നോക്കണം, ഇതിൻ്റെ റേഞ്ചിൽ -1 1, അതായത് ക്ലോസ് ഓപ്പൺ ഇൻ്റർവെൽ -1 1 ഇൻക്ലൂഡ് അല്ല, ബാക്കിയുള്ളത് മാത്രമേ അതിനകത്ത് ഇൻക്ലൂഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ R- ക്ലോസ്ഡ് ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ -1 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്നത്തെ ഉൾപ്പെടുത്തില്ല. പക്ഷേ ഇതിനെ ഇൻവേർട്ടബിൾ ആക്കുന്ന എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ഇവിടുന്ന് താഴോട്ട് പോയാൽ ഇത് ഈ കർവ് നമ്മൾ കളയുന്നു, ബാക്കിയുള്ള സൈഡിൽ കളഞ്ഞിട്ട് ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ്, -1 താഴെയുള്ള വാല്യൂസിന് അത് 1 1 ആയിരിക്കും. അതുപോലെ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഏതെടുക്കണം? ഈ 1 മുകളിലോട്ടുള്ള വാല്യൂസ്, അത് ഈ വാല്യൂസ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇൻ്റർവെൽ പറയാം -π/2 π/2 ഇടയിലുള്ള വാല്യൂസ് കൊടുത്താൽ മതി. ശരിയില്ലയോ? അപ്പോൾ അതെന്തായാലും, പക്ഷേ 0 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, 0 നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം 0 ഇത് മീറ്റ് ചെയ്യാത്ത പോയിൻ്റാണ്. ഇപ്പോൾ നമ്മൾ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഇതിനെ ഇൻവെർട്ടബിൾ ആക്കി മാറ്റണം. അപ്പോൾ നമ്മളിതാ ശ്രദ്ധിക്കണം, ഈ 0 ഇതിന് ഓൾറെഡി ഇല്ല. അതുകൊണ്ട് നമുക്കത് 0 ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ നേരത്തെ ആ ഡെഫിനിഷൻ തന്നെ 0 ഒഴിവാക്കി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ, ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കോമ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെ കൊടുക്കണം. ഞാനത് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്തു -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്ന രീതിയിൽ. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആ ഗ്രാഫ് നമുക്ക് അവിടെ കിട്ടി. ശരിയില്ലയോ? ആണല്ലോ. ഇതിൻ്റെ റേഞ്ചും ഡൊമൈനും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെലാണ്, 0 ഒഴിവാക്കണം. ഇവിടെ ആറിൽ നിന്ന് ആ ഓപ്പൺ ഇൻ്റർവെൽ -1 1 ഒഴിവാക്കുകയും വേണം. ഇനി സീക്ക് എങ്ങനെ ചെയ്യാം? സീക്ക് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതുപോലെ സീക്ക് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇത് ഐഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ 6 ആണ്. ഞാൻ ഈഫ് കണ്ടീഷൻ ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം? നമുക്കറിയാം, ഇത് നോക്കി എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ 0π എടുത്താൽ മതി, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഞാൻ ഈ ഈഫ് കണ്ടീഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈഫ് എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റിൽ നമുക്ക് കണ്ടീഷൻ കൊടുക്കണം. അത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi എന്ന് കൊടുത്താൽ മതി. കോമ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടുത്തെ സീക്ക് എക്സിനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ 6 ആണ്. അപ്പോൾ 6 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മാത്രം മതി. ഇത് ഹൈഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും വരും, സീക്ക് എക്സും വരും, അതിൻ്റെ റെസ്ട്രിക്റ്റഡ് ഫംഗ്ഷൻ വരും. ഇവിടെ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ കൊടുക്കാതെ ഈ കണ്ടീഷൻ കൊടുക്കാതെ ആ ഫംഗ്ഷനിൽ RX അല്ലെങ്കിൽ Q(x) അല്ലെങ്കിൽ P(x) ഞാൻ എഡിറ്റ് ചെയ്യുക ചെയ്തു. അങ്ങനെ പല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതെല്ലാം ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പറയാൻ പറ്റും, അതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ പറയാം. ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π -π/2 ആണ് ഇവിടെ. സെറ്റ് π/2 ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π 0π എന്നിട്ട് മൈനസ് സെറ്റ് π/2. π/2ൻ്റെ വാല്യൂ ഇല്ല എന്ന് നമുക്കറിയാം.
എന്നിട്ട് റേഞ്ച് എന്ന് പറയുന്നത് ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 എന്ന് പറയുകയും ചെയ്യാം. ഇനി അടുത്ത കോട്ടെക്സ് നോക്കാം. ഇത് ഹൈഡ് ചെയ്തിട്ട് കോട്ടെക്സ് നോക്കാം. കോട്ടെക്സ് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്യുക. ഞാൻ പറയുന്നത് ഇതിന് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ അറിയാം. ഇവിടെ 0 to π കൊടുത്താൽ മതി. ഇവിടെ അതുപോലെ ചെയ്യാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കത് ഈഫ് കണ്ടീഷൻ ഉപയോഗിച്ച് തന്നെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഈഫ് ബ്രാക്കറ്റിൽ ആദ്യം കണ്ടീഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. കണ്ടീഷൻ കൊടുക്കുമ്പോൾ 0 ≤ x ≤ π/2 എന്ന് കൊടുക്കാം. കോമ ഇവിടുത്തെ ഫംഗ്ഷൻ t ആണ്. അപ്പോൾ t കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് ഇത് നമുക്ക് ഹൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ്, ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള കർവാണെന്ന് നമുക്ക് കിട്ടും. ശരിയല്ലോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ റെസ്ട്രിക്റ്റ് ചെയ്ത് അതിൻ്റെ ഡൊമൈനെ റേഞ്ചിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമുക്ക് ഇൻവേർട്ടിബിൾ ആക്കാൻ സാധിക്കും. അതിൻ്റെ ഒബ്സർവേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അതിൻ്റെ ഡൊമൈനെ റേഞ്ച് എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഇൻ്റർവെൽ മാത്രമല്ല, അടുത്ത ഇൻ്റർവെൽ എടുക്കാം, π 2π എടുക്കാം, ഇങ്ങോട്ടാണെങ്കിൽ -π 0 എടുക്കാം. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡൊമൈൻസ് ആണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മതി നമ്മളത് ആ ചാർട്ട് ഫിൽ ചെയ്ത് കാണിച്ചാൽ. ഓക്കെ, ഇതിനെ നമുക്ക് ഫയൽ സേവ് കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ ഫയൽ നെയിം എന്ന് പറയുന്നത് ആക്ടിവിറ്റി 20.1 എന്ന് കൊടുക്കാം. അതുപോലെ ഏതെങ്കിലും ഫോൾഡർ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യണം. നമ്മൾ ആക്ടിവിറ്റി 20.1 സേവ് ചെയ്തേക്കുന്ന ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ y ആക്സിലെ ഡിസ്റ്റൻസ്, x ആക്സിലെ ഡിസ്റ്റൻസ് നമ്മൾ 0 1 2 3 എക്സെട്ര -1 -2 -3 എക്സെട്ര ആക്കണം. അതുപോലെ y ആക്സിലെ ഡിസ്റ്റൻസ് ആണ് ഇത് മാറ്റേണ്ടത്, അത് π/2 ആക്കി മാറ്റും. എന്നിട്ട് ഡ്രോ ചെയ്ത ലൈൻ y = x എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇത് ഹൈഡ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ x ആക്സിലെ ഡിസ്റ്റൻസ് മാറ്റുന്നതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും, അതെല്ലാം നമുക്ക് വേണ്ടത്. നമുക്ക് ഗ്രാഫിക്സ് ആണ് വേണ്ടത്. അപ്പോൾ y ആക്സിലെ ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് 1 ആക്കി മാറ്റുക. അതുപോലെ y ആക്സിലാണെങ്കിൽ ഡിസ്റ്റൻസ് π/2 ആക്കി മാറ്റാം. ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫങ്ഷൻ, അപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇതാണ് നമുക്കറിയാം. ഇനി നമ്മളടുത്ത സ്റ്റെപ്പ് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓപ്പൺ ദ ഗ്രാഫ് ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ബൈജക്റ്റ് 1 1 1 2 ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ദം y = x. ഇവിടെ നമ്മൾ ഈ ആക്ടിവിറ്റി 20.1 സേവ് ചെയ്തേക്കുന്ന ഓരോ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എടുക്കും. ആദ്യം സൈൻ എക്സ് എടുത്തിട്ട് നമുക്ക് y = x എന്ന് പറയുന്ന ഒരു ലൈൻ എടുക്കുന്നു. y = x എന്ന് പറയുന്ന ലൈൻ എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് കിട്ടാൻ നമുക്ക് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ടൂൾ റിഫ്ലക്ഷൻ ടൂളാണ്. ഇതാണ് റിഫ്ലക്റ്റ് എബൌട്ട് ലൈൻ. നമുക്ക് പോയിന്റ് അല്ല, റിഫ്ലക്റ്റ് എബൌട്ട് ലൈൻ. അതായത് y = x എന്ന് പറയുന്ന ലൈന് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഉണ്ട്. അതിൻ്റെ നമ്മളടുത്ത് പറഞ്ഞേക്കുന്ന y = x എന്ന് പറയുന്ന ലൈനിൽ ഇതിനെ റിഫ്ലക്റ്റ് ചെയ്താൽ കിട്ടുന്നത് അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഗ്രാഫായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഇതാണ് ടൂള്, റിഫ്ലക്റ്റ് എബൌട്ട് ലൈൻ എന്ന് പറഞ്ഞ ടൂൾ എടുത്തിട്ട് ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക, കർവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സംശയമായിരിക്കും ഇത് ഏതാണെന്ന്. നമ്മൾ ചെയ്താൽ മതി, ഒരെണ്ണത്തിൻ്റെ കളർ ഒന്ന് മാറ്റിയാൽ മതി. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമുക്കതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും ഏതാണ്. ഇതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ശരിയില്ലയോ? സൈൻ എക്സിൻ്റെ ഗ്രാഫ്
ഈ പറയുന്ന ഈ ഓറഞ്ച് കളറാണ് എൻ്റെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അത് ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പാരാമെട്രിക് ഫോം ഒക്കെ തന്നിട്ട് നമുക്കത് വേണ്ട, നമ്മൾ ഓർത്ത് വെച്ചേക്കും ഒരു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനെയും ഇതേപോലെ y = x എന്ന ലൈനിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനായി കിട്ടുന്നത് അതിൻ്റെ ഡൊമൈൻ റേഞ്ച് നമുക്ക് പറയാൻ പറ്റും, ശരിയില്ലയോ? ഇതിൻ്റെ ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -1-നും 1-നും ഇടയിലായിരിക്കും, ശരിയില്ലയോ? കിട്ടുന്ന വാല്യൂസ് എവിടെ ആയിരിക്കും? -π/2-നും π/2-നും ഇടയിലായിരിക്കും. അത് രണ്ടും ഇൻക്ലൂഡിങ് ആണ്, -π/2 π/2 ഇൻക്ലൂഡിങ്ങും ആണ്. അപ്പോൾ ഇതാണ് ഒന്നാമത് നമ്മളടുത്ത് പറയുന്നത്, അതിൻ്റെ ഡൊമൈൻ റേഞ്ച് ചെയ്താണ് പറയുന്നത്. ഇനി അതുപോലെ അടുത്ത നമ്മൾ ഓപ്പൺ ചെയ്യുക, അടുത്ത കർവ് എടുക്കുക. അപ്പം cos x, അത് cos x എടുക്കുക. അപ്പോൾ ഇത് ഹൈഡ് ചെയ്യുക, നമുക്ക് ഇതും ഹൈഡ് ചെയ്യാം. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് ഇത് y = x തന്നെ കർവ് ലൈന്, അതിനെ മാറ്റണ്ട. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നതിന് നമ്മൾ റിഫ്ലക്ഷൻ ടൂൾ എടുക്കുക. റിഫ്ലക്റ്റ് എബൌട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഈ കർവിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നമുക്കിങ്ങനെ കിട്ടും. ഇതാണ്. അപ്പോൾ വേണം ഇതിൻ്റെ കളർ മാറ്റാം. അതിന് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി വേറെ ഒരു കളർ കൊടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് ഇതെന്ന് പറയാൻ പറ്റും. അത് നോക്കി നമുക്ക് അതിൻ്റെ ഡൊമൈൻ പറയാം. ആ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, -1-നും 1-നും ഇടയിലാണ്. റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇത് വന്ന് മീറ്റ് ചെയ്യുന്ന 0 ആണ്, അതിൻ്റെ എൻഡ് പോയിന്റ് π ആണ്. അപ്പോൾ 0 to π എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് രണ്ടും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഹൈഡ് ചെയ്യുന്നു. അതുപോലെ cos x ഹൈഡ് ചെയ്യുന്നു. ഇനി tan x നോക്കാം. tan x ഇതാണ്. ഇത് റിഫ്ലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യാം. അതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യാസം വരും, അതിൻ്റെ ഡൊമൈൻ വ്യത്യാസം. ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്കെന്ത് പറയാം, റിയൽ നമ്പർ ആയിരിക്കും. റേഞ്ച് എന്ന് പറയുന്നത് -π/2 π/2 ആയിരിക്കും, അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അടുത്ത ഫംഗ്ഷൻ നമുക്ക് എടുക്കാം. ഇത് ഹൈഡ് ചെയ്തിട്ട് cosec x എടുക്കാം. ഇത് ഞാൻ ഹൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ റിഫ്ലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ കർവിലും ഈ ലൈനിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം സെയിം കളർ വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് മാറ്റിയെങ്കിൽ കളർ ഒരെണ്ണത്തിന് മാറ്റുക. ഒരു കർവിന് മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഏതാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പിങ്ക് കളറുള്ളതാണ് ഈ cosec x-ൻ്റെ ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കിത് നോക്കി പെട്ടെന്ന് പറയാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡൊമൈൻ റേഞ്ച് നമുക്ക് ഇവിടെ തന്നെ പറയാം. ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താ റിയൽ നമ്പറാണ് വരുന്നത്. റിയൽ നമ്പറിൽ പക്ഷേ വരാത്ത ടൈം എന്ന് പറയുന്നത് ഈ -1-നും 1-നും ഇടയിലുള്ള വാല്യൂസ് വരത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കി നമുക്ക് ഡൊമൈൻ പറയാം. റേഞ്ച് എന്ന് പറയുന്നതും അതുപോലെ -π/2-നും π/2-നും ഇടയിലാണ്. പക്ഷേ എന്തില്ല, 0 അതിനകത്ത് ഉൾപ്പെടത്തില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. sec x എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഹൈഡ് ചെയ്യണം. ഇവിടെ താഴെ കിട്ടിയ ഇൻവേഴ്സും ഹൈഡ് ചെയ്യുക. sec x നമുക്കിവിടെ ഇതുപോലെ ഓപ്പൺ ആക്കി കാണാവുന്നതാണ്. ഇനി ഇതിനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യാം. റിഫ്ലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ കർവിലും ലൈനിലും ക്ലിക്ക് ചെയ്താൽ മതി. ഇതാണ് വരുന്നത്. കളർ ഞാൻ മാറ്റുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ sec x എന്ന് പറയുന്നത്. അതിൻ്റെ sec ഇൻവേഴ്സ് x എന്ന് പറയുന്നത് ഈ കർവാണെന്ന് മനസ്സിലാക്കുക. ഇവിടെയും നമുക്ക് പറയാൻ പറ്റും. ഇവിടെ π/2 ഇതിൻ്റെ ഡൊമൈൻ പറയുമ്പോൾ നമുക്കിവിടെ r -1 to 1 ഒഴിവാക്കാം. ഒഴിവാക്കുന്ന ഓപ്പൺ ഉണ്ടൽ -1 റിയൽ നമ്പറിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സെറ്റായിരിക്കും ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് ഈ -0 to π ആണ് വരുന്നത്. പക്ഷേ അതിനകത്ത് വരാത്തൊരു നമ്പറുണ്ട്, π/2 ആണ്. അതുകൊണ്ട് നമുക്കതിനെ 0 to π നിന്നും π/2 മാത്രം ഒഴിവാക്കുന്നതായിരിക്കും അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് കോട്ടെക്സ് ആണ്. അപ്പം കോട്ടെക്സ് എടുക്കുമ്പോൾ നമ്മൾ ബാക്കി ഉള്ളത് ഹൈഡ് ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക. റിഫ്ലക്ഷൻ ടൂൾ ഉപയോഗിച്ച് റിഫ്ലക്റ്റ് ചെയ്യുക.
അത് ഈ ലൈനിലും ക്ലിക്ക് ചെയ്യുക, കർവിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കർവിൽ ക്ലിക്ക് ചെയ്ത് ലൈനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനത് ഇവിടെ കോർട്ടെക്സ് ആണ് ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്ത കോർട്ടെക്സ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ടൂൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഈ കളർ മാറ്റുന്നത് തന്നെ നമുക്കിതൊന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാം ഇതാണ് കോർട്ടെക്സ്, ഇത് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ റിയൽ നമ്പറാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആണ്. പക്ഷേ 0യും πയും ഉൾപ്പെടത്തില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇത് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളടുത്ത് പറയുന്നത് വി ക്യാൻ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ യൂസിങ് ഇൻപുട്ട് കമാൻഡ്. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് ഇൻപുട്ട് കമാൻഡ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാവുന്നതാണ്. അത് പലയിടത്തും പറയുന്നു സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ എ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്താൽ മതി. കോസ് ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ എ കോസ് എക്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ എ ടാൻ എക്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് ഒരു മെത്തേഡാണ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ എ സൈൻ 1/x എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ സീക്ക് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എ കോസ് 1/x എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ കോട്ട് ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ നമുക്കിനെ π/2 മൈനസ് എ ടാൻ എക്സ് എന്ന് പറയുന്ന ഈ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് കോട്ടെക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാവുന്നതാണ് നമുക്കിവിടെ പറയുന്നത്. അപ്പോൾ ഒന്ന് അതുകൂടെ വരച്ച് നോക്കാം. ഞാനത് ഒരു ന്യൂ വിൻഡോ എടുക്കുന്നു. എന്നിട്ട് ആദ്യം പറഞ്ഞേക്കുന്ന നമ്മൾ കമാൻഡ് നോക്കാം. സൈൻ. അപ്പോൾ ഇൻവേഴ്സിൻ്റെ സിമ്പിൾ കൊടുക്കുന്നതിന് നമ്മൾ ഈ ക്യാപ്പ് എടുത്താൽ മതി. ഷിഫ്റ്റ് 6 അടിക്കുമ്പോൾ ക്യാപ്പ് വരും -1 എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ എക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ അത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫായി. ഇനി നമുക്കത് എ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇത് ഹൈഡ് ചെയ്യുന്നു. എ സൈൻ ഇൻവേഴ്സ് എക്സ്, എ സൈൻ എക്സ് ആർക്കിലെന്ന് സൈൻ എക്സ് എന്നൊക്കെ പറയാം. സൈൻ എക്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് തന്നെയാണ് വരുന്നത്. രണ്ടും സെയിമാണ്, ശരിയല്ലേ? രണ്ടും സെയിമായിട്ട് നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്യാം. അതുപോലെ കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കോസ് ഷിഫ്റ്റ് 6 -1. ഞാനിവിടെ എക്സ് എന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഗ്രാഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും. എക്സ് എന്ന് മാത്രം കൊണ്ട് ബ്രാക്കറ്റ് ഇപ്പം എക്സ് ഇടണോ നിർബന്ധമില്ല. അതുപോലെ എ കോസ് എക്സ് എന്ന് ടൈപ്പ് ചെയ്താലും നമുക്കത് അതേ ഗ്രാഫ് തന്നെ വരും. എല്ലാം ഞാൻ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അതുപോലെ ബാക്കിയുള്ള ഇപ്പം ടാൻ ഇൻവേഴ്സ് എക്സ് ആയാലും ഇതേപോലെ ടൈപ്പ് ചെയ്യാം. പിന്നെ കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ ഞാൻ എ സൈൻ 1/x എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ വരുന്നത് കൊസീക്ക് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് 1/x ആണ്. നമ്മുടെ പ്രോപ്പർട്ടി ക്ലാസ് പറയുന്നുണ്ട് സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് കൊസീക്ക് എക്സ് ആണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവും രണ്ട് ഗ്രാഫും സെയിം ആണെന്ന്. രണ്ടും സെയിമാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇതേപോലെ ആൾജിബ്ര വ്യൂവിൽ എഴുതി കാണിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. സൈൻ ഇൻവേഴ്സ് 1/x എന്നാണ് നമ്മൾ രണ്ട് രീതിയിൽ ടൈപ്പ് ചെയ്താലും വരുന്നത്. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് 1/x കൊസീക്ക് എക്സ് ആണെന്ന് കൂടി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സീക്ക് എക്സും ഇതേ കേസാണ്. കോട്ടെക്സും നമുക്ക് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം പക്ഷേ കോട്ടെക്സ് എടുക്കുമ്പോൾ രണ്ട് രീതിയിൽ പറ്റും. ഒന്നെങ്കിൽ കോട്ട് ഇൻവേഴ്സ് -x എന്ന് ടൈപ്പ് ചെയ്യാം. ഉണ്ടോ? അങ്ങനെ ടൈപ്പ് ചെയ്താൽ ഇവിടെ വരുന്നത് π/2 മൈനസ് ടാൻ എക്സ്. ഈ 3.14 എന്ന് പറയുന്നത് ആണ്. π/2 മൈനസ് ടാൻ എക്സ് എന്ന് തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. π/2 മൈനസ് എ ടാൻ എക്സ് എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഇതേ ഗ്രാഫ് തന്നെയായിരിക്കും. സംശയം ഒരേ ഓവർലാപ്പ് ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്കിത് സെയിം ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ടൈപ്പ് ചെയ്യാം.
അപ്പോൾ കോട്ടക്സ്, അപ്പോൾ ഇത് പ്രോപ്പർട്ടീസിനകത്ത് പറയുന്നുണ്ട്, കോട്ടക്സ് എന്ന് പറയുന്നത് π/2 മൈനസ് ടാൻ എക്സ് ആണെന്നൊക്കെ രീതിയിലൊക്കെ നമ്മൾ പ്രോപ്പർട്ടീസ് വിഷ്വലായിട്ട് പഠിക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇൻപുട്ടിൽ കൊടുത്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ പാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. ലാബ് 20-ലെ ആക്ടിവിറ്റി 1ഉം ആക്ടിവിറ്റി 2 ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നതും നമുക്ക് ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തിയറി പാർട്ടിലും ഉപയോഗിക്കാവുന്ന രണ്ട് ആക്ടിവിറ്റീസ് തന്നെയാണ്. തിയറി പാർട്ട് ക്ലാസ്സിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് നമുക്കിതിനെ സഹായിക്കുന്ന ഒരു രണ്ട് ആക്ടിവിറ്റീസാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.